നമ്മളെ ഈ ചില അമ്പലങ്ങളിലൊക്കെ പിന്നെ ബലി കൊടുക്കണ്ടല്ലോ, അതെന്താ ദൈവം ചോദിച്ചിട്ട് അവരൊക്കെ കൊടുക്കണത്? ആടിനെയൊക്കെ കോഴിയൊക്കെ കൊല്ലാൻ ദൈവം ചോദിക്കണ്ട, എനിക്ക് കോഴിതാ ആടുതാന്നൊക്കെ, അതെന്താ അതിൻ്റെ ഒരു ഇത്? അമ്മ, ദൈവം അങ്ങനെ ചോദിച്ചു എന്നുള്ളത് ഈ ഒരു ക്രൂരമായിട്ടുള്ള ഈ മാംസാഹാരത്തെ തിന്നിട്ട് ശീലിച്ചവർ അങ്ങനെ അത് പറയാണ്. ഒരിക്കലും ദൈവം ചോദിക്കില്ല അമ്മ. ദൈവം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഉള്ളിലുള്ള, അതായത് ഒരു കോഴീനെ ബലി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ആടിനെ ബലി കൊടുക്കുക, ഒരു പോത്തിനെ ബലി കൊടുക്കുക പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും കേൾക്കാത്ത, അതായത് ഈ പോത്തിനെ കടിച്ചാലും കണ്ടാലും അറിയില്ല, അതിന് കൊണ്ടാലേ അറിയുള്ളൂ, അങ്ങനത്തെ തത്വമുണ്ട് മനുഷ്യനിൽ. മടി, അഹങ്കാരം, ആരെന്ത് പറഞ്ഞാലും നീ അവിടെ പറഞ്ഞതെന്ന് എനിക്ക് ആവശ്യമില്ല, അങ്ങനത്തെ ഉള്ള തത്വങ്ങളെയാണ് ബലി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ കോഴീനെ പോലെ കൊക്കൊക്കൊക്കെ എപ്പോഴും അതെ ആഗ്രഹം, പോരാ പോരാ, അത്യാഗ്രഹം എന്നുള്ള ആ സ്ഥിതിയാണ് ബലി നൽകാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ എന്ന മമകാരത്തെയും ഞാൻ എന്ന അഹങ്കാരത്തെയുമാണ് ബലി നൽകാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഒരു ജീവരാശികളെ അല്ല. ശരി, ഇതൊന്നും അറിയാത്ത മനുഷ്യൻ ഓരോ എനർജീസിന് ഈ രക്തമൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചെങ്കിലും ബലി ആരുടെ പേരിലാണ് കൊടുത്തത്? ആ ഒരു എനർജീസ്, അവിടെ ഒരു ദേവതയുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സങ്കല്പിച്ചിട്ട് ഒരു ബലി കൊടുത്തിട്ട് തിന്നുന്നതാരാ? ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിന് ഉപേക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യൻ, പേര് ദൈവത്തിന്. ഒരിക്കലും ഒരു ദൈവം രക്തപാതം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വെച്ചു കൊടുക്കാൻ ദൈവം തിന്നണല്ലോ. അതാ പറയണത്, ദൈവത്തിന്റെ പേരിൽ ബലി നൽകിയെങ്കിൽ അത് ദൈവം തിന്നിരിക്കണം, ദൈവത്തിന് അവിടെ ഒഴിവാക്കി വിട്ടിരിക്കണം, ഉപേക്ഷിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ മനുഷ്യൻ അവനവന്റെ ഈ ഒരു തീറ്റ, ഈ ഒരു ആഗ്രഹത്തിന്, ഈ ഒരു ആർത്തിക്ക് വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണെന്നല്ല. ഒരു ദൈവവും രക്തമാംസത്തെ ഇഷ്ടപ്പെടുന്നില്ല. ഇനിയിപ്പോൾ ദൈവത്തിന്റെ പേരിലാണ് ആ ബലി നൽകിയതെങ്കിൽ ആ ഒരു ജീവിക്ക് മോക്ഷം കിട്ടും. അത് ഈ മനുഷ്യൻ തൊട്ടില്ലെങ്കിൽ, പേര് അവിടെ ബലി കൊടുത്തിട്ട് ഈ മനുഷ്യൻ കൊണ്ടുവന്ന് പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ ആ ശാപവും ഈ ശാപവും പ്രകൃതി ശാപവും, പ്രകൃതിയുടെ ഈ ഡിവൈൻ ബാലൻസിങ് നശിപ്പിച്ചതിൻ്റെ ശാപം എല്ലാം ഈ തിന്നവനും തീറ്റിപ്പിച്ചവനും ഇതിന് കാരണമായവനും കുടുംബത്തിലുള്ള സർവ്വരും അനുഭവിക്കേണ്ടി വരും അമ്മേ. അതെല്ലാം ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് അനുഭവിക്കാൻ പോവുക. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തിന് വിശ്വസിച്ചിട്ട് രക്ഷപ്പെടാൻ ആർക്കും താല്പര്യമില്ല. ദൈവത്തിന് വിറ്റ് തിന്ന് കട്ട് തിന്ന് രക്ഷപ്പെടാനുള്ളവൻ എന്തും പറയും അമ്മേ. ദൈവത്തിന് ഒരു ബലി ആവശ്യമില്ല, ഒരു രക്തം ആവശ്യമില്ല. നമ്മളെ കാത്തു രക്ഷിക്കാനുള്ളതാണ് ദൈവം. പക്ഷേ ഏതെങ്കിലും ഒരു പേര് പൂർവ്വ ആചാരങ്ങളുടെ മുകളിൽ പറഞ്ഞാലും അതവിടെ ഉപേക്ഷിച്ചിട്ട് വരണം. ആ എനർജി വന്ന് തിന്നെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് വരണം. അത് പുഴുത്താലും അളിഞ്ഞാലും ഇത് കൊണ്ടുവന്ന് പുഴുങ്ങി തിന്നുന്നവനെ മാത്രം വെറുതെ വിടില്ല അമ്മേ. അതിന് വേണ്ടിയിട്ടല്ലേ ഇവർക്ക് തിന്നാനാണ്. ആണ് പേര് ദൈവത്തിന്. ദൈവത്തിന് പിന്നെ ആ മൃഗത്തിന് പിന്നെ മോക്ഷം കിട്ടണമെന്നും ഇവർക്കില്ല. ഇവർക്ക് അതെ അതെ, മൃഗത്തിന് മോക്ഷം കിട്ടാ പറഞ്ഞ മൃഗത്തിന് അവിടെ ഇട്ടിട്ട് പോട്ടെ, ചെയ്യുന്നില്ലല്ലോ. ഈ തത്വങ്ങളൊക്കെ VMC യിലേക്ക് ഇട്ടുട്ടാ, വേറെ എവിടെയും കിട്ടില്ല.